നമസ്കാരം. നമുക്കിന്ന് എത്തിയിരിക്കുന്ന ഒരു പുതിയ ഫ്ലാറ്റ് വിൽപ്പനയ്ക്കാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം വെട്ട് റോഡ് സൈനിക സ്കൂളിനടുത്തായി 12ാമത്തെ ഫ്ലോറിൽ 1360 സ്ക്വയർ ഫീറ്റിലെ 2+1 2 ബെഡ്റൂം ഒരു സ്റ്റഡി റൂമായിട്ടുള്ള നമുക്കൊരു ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഇതിന് ഇന്ത്യയിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കോമൺ അമിനിറ്റീസ് എല്ലാം വേണ്ടി ജിമ്മ്, കോൺഫറൻസ് ഹോൾ, അത് ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ തന്നെ എല്ലാ ഇന്നത്തെ അത്യാധുനിക രീതിയിലേക്കുള്ള ഒരു അടിപൊളി ഫ്ലാറ്റ്, ഒരു ഓഫർ പ്രൈസിലാണ് നമുക്കിന്ന് ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴക്കൂട്ടം ബേസ് ചെയ്ത് അല്ലെങ്കിൽ വെട്ട് റോഡ് ബേസ് ചെയ്ത് സൈനിക സ്കൂൾ ബേസ് ചെയ്തൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ ഫ്ലാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം പണി കംപ്ലീറ്റ് ആയിട്ടില്ല, ഫുള്ളും ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശം 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള 1300 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. 12ാമത്തെ ഫ്ലോർ ആണ് ഈ ഫ്ലാറ്റ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് ഓണർ ആണ് കേട്ടോ. നമുക്ക് ഒരാൾ ഇത് ബുക്ക് ചെയ്തിട്ട് കാരണം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഓണർ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു പുതിയ ഫ്രഷ് ഫ്ലാറ്റായിട്ട് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ വർക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഹോൾ ഏരിയ എന്ന് പറയുന്നത് നല്ല വിശാലമായിട്ടൊരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. നമുക്ക് 12ാമത്തെ നിലയിലായതുകൊണ്ട് 12th ഫ്ലോറിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അതിമനോഹരമായിട്ടൊരു കാഴ്ചയാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ കഴക്കൂട്ടം ബേസ് ചെയ്തൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു 10 നില 12 നിലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് നമുക്ക് കണ്ണിന് കുളിർമ വരുന്ന ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ദേശത്ത് അത് ആ കാണുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് ഒരു വാഷിംഗ് ഏരിയ, വാഷ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് ആയിട്ടായാലും ഇവിടെ ഡൈനിങ് സ്പേസ് ആയിട്ടും സെറ്റ് ചെയ്യാൻ രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അപ്പാർട്ട്മെന്റ് ഹാൻഡ് ഓവർ ഏരിയസ് 2 വർഷമാണ് ഇതിന്റെ പഴക്കം. ഇതിന്റെ ഓണർ ഇപ്പോൾ നിലവിലുള്ള ഓണർ ഇത് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടല്ല, നിങ്ങൾ ഫസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഹാളിൽ നിന്ന് നമുക്ക് കാണുന്ന ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു വ്യൂ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ നോക്കുന്ന താഴെ ഒരു ടർഫൊക്കെ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഫീലിങ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം സൈസാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ എല്ലാ ബെഡ്റൂംസിലും തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് കൂടിയിട്ടാണ് ഈ ഫ്ലാറ്റ് പണിഞ്ഞിരിക്കുന്നത്. 2+1 ആയിട്ടാണ് ഇതിന്റെ ബെഡ്റൂം സൈസ് വരുന്നത്. ഒരു 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. നമുക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡ് സാധനങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് ചെയ്ത് ടെയിൽ പാറ്റേൺ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു നല്ലൊരു കളർ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഇന്റീരിയലൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് ഈ പ്രോപ്പർട്ടി. 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും അതും സൈസ് ഓൾമോസ്റ്റ് അടുത്ത് നമ്മുടെ താഴ്ന്ന് മുൻപ് ഫസ്റ്റ് ബെഡ്റൂം കണ്ട അതേ സൈസ് ബെഡ്റൂംസ് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് ചെയ്തു വരുമ്പോൾ നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലുക്കിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസോട് കൂടിയാണ്. നമുക്ക് 2 സൈഡിലേക്കും ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. 2 സൈഡിലേക്കും നമുക്ക് നല്ലൊരു വ്യൂ ആയിട്ടുള്ള ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഇതിന്റെയും ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ വാഷിംഗിൻ്റെ ഒരു വാഷ് ബേസും വെച്ചിട്ടുണ്ട്. നമുക്ക് ബാത്റൂം സൈസ് ആയാലും തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അതിന്റെ ടൈൽ പാറ്റേൺ ഒക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു ടൈൽ പാറ്റേണുമാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 2+1 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. സ്റ്റഡി റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് ബെഡ്റൂം സൈസ് ആയിട്ട് തന്നെ ഒരു നല്ലൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റൂമാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ബെഡ്റൂം ആയിട്ടും ഇതിനെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ബാത്റൂം ആ 2 ബെഡ്റൂമുകളിൽ മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസിന്റെ കാര്യത്തിൽ നല്ല അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ സൈഡിലേക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിലേക്കുള്ള കാഴ്ചയാണ്. 4 സൈഡും ഫ്ലാറ്റുകളാൽ ചുറ്റപ്പെട്ടുകൊണ്ടുള്ള നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലേക്കുള്ള നല്ലൊരു മെയിൻ ജംഗ്ഷനിൽ നിന്നും വെറും 100 മീറ്ററിൽ മാത്രമാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന് ഞാൻ പറയാൻ കാരണം ഈസി ആയിട്ടുള്ള ആക്സസിബിലിറ്റി, നമുക്ക് പെട്ടെന്ന് ജംഗ്ഷനിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള ഇതിന്റെ ഇരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് ഫ്ലാറ്റ് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിന്റെ വർക്ക് റെഡിയാക്കിയിട്ടില്ല. ഇതിലിപ്പോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലാബും കൂടി മാത്രമാണ് ബിൽഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുണ്ട്. ഇന്ത്യയിൽ വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ അവരുടെ ഐഡിയാസിനൊത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ സൈഡിലേക്ക് സ്ലാബിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ കണക്ഷന്റെ അതാത് പോയിന്റ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് വർക്ക് ഏരിയയിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിവിടെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്കുള്ള ഒരു വ്യൂ ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമുക്ക് തോന്നുന്നത്.
അപ്പോൾ കഴക്കൂട്ടം അല്ലെങ്കിൽ വെട്ട് റോഡ് ഹൈവേ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സൈനിക് സ്കൂൾ ബേസ് ചെയ്തൊക്കെ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഒരു ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ നല്ലൊരു ഏരിയ ആണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നമുക്ക് സൈനിക് സ്കൂളിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി, മെയിൻ ജംഗ്ഷനിൽ നിന്നും വെറും 100 മീറ്റർ മാറി 1360 സ്ക്വയർ ഫീറ്റിൽ 2+1 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ആയിട്ടുള്ള രീതിയിലേക്കാണ് അതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. ഇന്ത്യൻ വർക്കെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഓണറായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് 89 lakhs ആണ്, നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക.